പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ പാരമ്യതയിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്ത. പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പാക് വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. കുനാർ, ഖൊസറ്റ്, പക്തിക തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബിംഗ് ആണ് പാക് വ്യോമസേന നടത്തി. ഇതിൽ 11 കുട്ടികളും 13 സാധാരണപ്പെട്ടവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 24 പേർ കൊല്ലപ്പെട്ടതായിട്ട് അഫ്ഗാനിസ്ഥാൻ വക്താവ് സബിയുള്ള മുജാഹിദ് ആണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണപ്പെട്ടവർക്ക് നേരെ, കുട്ടികൾക്ക് നേരെ, വൃദ്ധർക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെയൊക്കെയാണ് ഇപ്പോൾ പാക് വ്യോമവിമാനങ്ങൾ ബോംബിട്ട് വലിയ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. ഇടക്കാലത്ത് ഒരു വെടിനിർത്തലിന്റെ വക്കിലായിരുന്നു. വെടിനിർത്തൽ ഏതായാലും തീർന്നിരിക്കുന്നു. ശക്തമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് തങ്ങളെന്ന് അഫ്ഗാനിസ്ഥാനും പറയുമ്പോൾ ഏതായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ സംഘർഷഭരിതമാകുന്നു. ഒരു ഭാഗത്ത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ ഒരു യുദ്ധത്തിന്റെ വക്കിലാണെന്നല്ല, യുദ്ധത്തിലാണവർ. ഇപ്പോഴാകട്ടെ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. കാരണം ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ അടുത്ത നീക്കം എന്തേ എന്ന് ഏവരും ഉറ്റുനോക്കുന്നു. ഏതായാലും ഇപ്പോൾ സെൻട്രൽ ഏഷ്യ, പശ്ചിമേഷ്യ കടന്നുകൊണ്ട് ഇപ്പോൾ സൗത്ത് ഏഷ്യയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ അപ്പുറത്തേക്ക് നോക്കുകഴിഞ്ഞാൽ ഏഷ്യയും യൂറോപ്പും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നില്ല. യുദ്ധത്തിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളാണ് റഷ്യയും ഉക്രൈനും. ഇപ്പോൾ ഇറാൻ, അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. അത് വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.